ഹമീദ് മുടിക്കോട് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളി കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവിടെ നാട്ടിലെ മിമിക്രിയൊക്കെ നിർത്തി ദുബായിൽ സെറ്റിലാണ്. അന്ന് സൂത്രധാരൻ എന്ന് പറയുന്ന ദിലീപേട്ടൻ്റെ സിനിമയിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു കൂട്ടമുണ്ട്, സലീമേട്ടൻ്റെ നേതൃത്വത്തിൽ. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് അഭിനയിച്ചത് അദ്ദേഹമാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ട്രൂപ്പിൽ കളിക്കുമ്പോൾ അന്ന് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയതും തിരിച്ചു വരിക അവിടെ ലോഹിതദാസ് സാർ എന്നോട് പറഞ്ഞു നീ നന്നായി എന്നും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം അസൂയോടുകൂടി നോക്കുക ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു പോസ്റ്ററിൽ ഞാനുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഫ്ലക്സ് അങ്ങനെ കയറിയിട്ട് തുടങ്ങിയിട്ടില്ല, പോസ്റ്ററിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും എനിക്ക് വരെ സങ്കടം തോന്നിപ്പോൾ രാത്രി. അപ്പോൾ ഈ രാത്രിയാണല്ലോ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് ഈ സിനിമയുടെയൊക്കെ. നിങ്ങൾ രാവിലെ എണീക്കുമ്പം പോസ്റ്റർ കാണും, ഇത് നിങ്ങൾ കാണുമ്പോഴൊന്നും ഒട്ടിക്കുന്നത് കാണാൻ പറ്റുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ, രാത്രി ഇത് ഒട്ടിക്കുന്നത്. അപ്പം ഞങ്ങൾ രാത്രി ട്രൂപ്പിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരിടത്ത് എത്തിയപ്പം ഒരു സൂത്രധാരൻ്റെ പോസ്റ്റർ കണ്ടു. അതിൽ അദ്ദേഹമൊന്നുമില്ല, സിംഗിൾ പോസ്റ്ററാണ്. ഉടനെ നമ്മൾ പറഞ്ഞു അപ്പം പോസ്റ്ററുകൾ കയറിയിട്ടുണ്ട്, ഹമീദേട്ടൻ്റെ പോസ്റ്റർ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് വന്ന് വലിയ പോസ്റ്റർ കണ്ടെടുത്ത് വണ്ടി നിർത്തി, വണ്ടി തിരിച്ചു ലൈറ്റ് ഈ മതിലോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് വണ്ടി അടിച്ച് നോക്കിയപ്പോഴേ ഈ 6 ഷീറ്റ് പോസ്റ്റർ 3 ജോയിൻ്റ് ഉണ്ടല്ലോ, അതിൽ കറക്റ്റ് ജോയിൻറ്റിലാണ് ഹമീദിൻ്റെ മുഖം ഇരിക്കുന്നത്. കണ്ണ് ഇവിടെ, മൂക്ക് ഇവിടെ, ചുണ്ട് ഇവിടെ ആയിട്ട് ഹമീദ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരിക്കലും മനസ്സിലാകത്തില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ കുറേ തവണ വിളിച്ചിട്ട് കഥ പറയാം എന്ന് പറഞ്ഞ് വന്നു. നമ്മളിടയ്ക്ക് ചിലതൊക്കെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ 2 പടം ഞങ്ങൾ തന്നെ എഴുതിയെങ്കിലും ഇദ്ദേഹം വന്ന് എന്നോട് ഒരു കഥ പറഞ്ഞു. അപ്പോൾ തുടങ്ങിയൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതെവിടെയും കൊളുത്തുന്നൊന്നുമില്ല, സത്യം പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന സൃഷ്ടികളെല്ലാം നല്ല എന്നുള്ള അവകാശമൊന്നുമില്ല. എന്തായാലും ആ കഥ മോശമാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത്രയും മോശം ഒരു സാധനം പുള്ളി പറഞ്ഞ് ഒരു സാധാരണ സിനിമയ്ക്ക് 1 മണിക്കൂർ 10 മിനിറ്റിൽ ഇൻ്റർവെല്ലാണെങ്കിൽ പുള്ളി ഒരു 2ാമത്തെ മണിക്കൂറാണ് ഇൻ്റർവെല്ലെത്തിയപ്പം. അത്ര നേരം എടുത്തിട്ട് ഇൻ്റർവെല്ല് പറഞ്ഞിട്ട് മടക്കി, എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. താഴ്വാരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ബാക്കി കേൾക്കാൻ നിങ്ങൾ അർഹനല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയെന്നേ. ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ബാഗ് ഒതുക്കുന്ന ഒരു ഷോട്ടുണ്ട്. അയാളൊരു സ്റ്റേജിൽ പാട്ട് പാടുന്ന പാട്ടുകാരനാണ്. സാധാരണ ട്രൂപ്പിൽ സാധാരണ പോലെ പാടുന്നൊരു പാട്ടുകാരനാണ്. അതിൽ ഇനി വേണം നീ സിനിമ കണ്ടു നോക്കിയോ, ഞാനീ പൗഡർ ടിൻ വെച്ചിട്ടുണ്ട് പുള്ളി എടുത്തു വയ്ക്കുന്നതിനകത്ത്. കാരണം ഇത് ഞങ്ങളുടെയൊക്കെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കച്ച എന്ന് പറഞ്ഞ് ഇടുന്ന ഒരു സാധനമാണ്. അത് കാണിച്ചത് നന്നായി. പിന്നെ നീ പറയുന്നതിനകത്ത് ഇതിപ്പോൾ ഈ പറഞ്ഞിടത്തോളം സാധനം ഒരു പേപ്പറിൽ എഴുതിയിട്ട് വായിച്ചാൽ ചിലപ്പോൾ ആരും ഒന്നും ചിരിക്കില്ല കേട്ടോ. നിന്റെ പറച്ചിലെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അമ്മാതിരി പറച്ചിലാണ്. പെർഫോമറാണ്. ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഈ സൈസ് പരിപാടിയായിട്ട് നടക്കുന്ന സമയത്ത് ഒരിക്കൽ പത്രത്തിലൊരു പരസ്യം കണ്ടു. പുതുമുഖങ്ങളെ തേടുന്നു, വൈക്കത്ത് ഇന്ന ഹോട്ടലിൽ 10 മണിക്ക് നേരിട്ടെത്തുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി 10 എന്നുള്ളത് 10:01 ആയതിൻ്റെ പേര് ചാൻസ് പോകണ്ടെന്ന് ഓർത്ത് 9:30 ഞാൻ വൈക്കത്തെത്തി. കാത്തു നിന്നു. 10 മണിയായപ്പം ഈ ലോകത്ത് സിനിമാക്കാരൻ ഒരിക്കലും താമസിക്കാത്തൊരു ഹോട്ടലിലായി താമസിക്കുന്നത്. മാത്രമല്ല മറുപടി കവർ സഹിതം അപേക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. നമ്മുടെ മറുപടി കവറും കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. അതായത് 2 രൂപയ്ക്ക് നമുക്ക് മറുപടി അയക്കാൻ കഴിവില്ലാത്തവനാട്ടോ സിനിമ പിടിക്കാൻ പോകുന്നത്. അത് പോട്ട്, എനിക്ക് അന്ന് അത്രയ്ക്കുള്ള ബുദ്ധി ഇല്ലല്ലോ. ഇപ്പം ഒന്ന് ചോദിക്കരുത്, അന്ന് ബുദ്ധിയില്ല. പിന്നെ ഞാൻ ചെന്ന് 10 മണിക്ക് ഞാൻ ഡോറ് തട്ടി. അപ്പം മുണ്ടെടുത്ത് നെഞ്ചത്തൊടുത്തിട്ട് ഒരാൾ തുറന്നു. ചോദിച്ചു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ. വാ എന്ന് പറഞ്ഞ അകത്തേക്ക് വന്നപ്പോൾ ആ മുറിയിലെ കട്ടിലിൽ മറ്റൊരാൾ കമന്ന് കിടന്നുറങ്ങുന്നുണ്ട്. മേശപ്പുറത്ത് ഇന്നലെ രാത്രി കഴിച്ച പൊറോട്ടയും അതിൻ്റെ കുറച്ച് ബാക്കി അടിച്ച ഒരു പൈൻറ്റും അതും ഇതൊക്കെ ഇട്ട് കുറച്ച് മേശയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. ഞാൻ അതൊക്കെ നോക്കി. ഇയാൾ വന്ന് കട്ടിലിരുന്നിട്ട് ഈ കമന്ന് കിടക്കുന്ന ആളോട് അതെ സിനിമയിൽ അഭിനയിക്കാൻ ഇത് വന്ന് മറ്റേ ആൾ വന്നേക്കുന്നു, എണീക്ക് കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് കണ്ണൊക്കെ തിരുമിയിട്ട് എവിടെയായിരുന്ന ഞാൻ പറഞ്ഞു വെള്ളൂർ. അപ്പോൾ പുള്ളി കട്ടിലിനടിയിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് എന്തോ ഞാൻ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കണ്ടാലറിയാം വെറുതെ എന്തോ എഴുതി ഉണ്ടാക്കിയേക്കണം. ആരും സിനിമയിൽ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത ഡയലോഗ് തന്നിട്ട് ഒന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ ഇവർ ഉറക്കെ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പുള്ളി വേറെ എന്തൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു മിമിക്രി കാണിക്കും, എന്തായാലും 2 ശബ്ദം പറഞ്ഞേ. ഞാൻ എടാ ഹെൽത്തോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. 100 രൂപ രജിസ്ട്രേഷൻ ഫീസുണ്ട്. അപ്പം തന്നെ പേഴ്സിനിടയിൽ സൂക്ഷിച്ചു വെച്ച് തിരികെ വെച്ചിരുന്ന 100 രൂപ എടുത്തതിന് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് സിനിമ വിളിക്കേണ്ടത് ഞാൻ 100 രൂപയും കൊടുത്തു. പിന്നെ പുള്ളി പറഞ്ഞു അപ്പോൾ എന്തായാലും ഉണ്ടോ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ശരി സാർ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പം ബാക്കിൽ അവർ തമ്മിൽ മിണ്ടി ഒരു വോയിസ് ഓവർ കേട്ടോ, നീ പോയി ഒരു പേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു.
ഞാൻ രാവിലെ ചെന്നില്ലെങ്കിൽ അന്ന് പല്ല് തേക്കാൻ പേസ്റ്റ് ഇല്ലാത്തവന് കൊണ്ട് 100 രൂപ കൊടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോയവനായിട്ടോ ഞാൻ.